ഇറാനെതിരെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് ഞങ്ങൾ ആക്രമിക്കേണ്ട സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് ആക്രമിച്ചു, അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു, അവരുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കി. ഇതൊക്കെ പറയുമ്പോഴും ഇറാൻ ഇപ്പോഴും പ്രതിരോധിക്കുന്നുണ്ട്, അത് ലോകം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാന്റെ പ്രതിരോധം എന്ന് പറയുന്നത് നേരിട്ട് അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള GCC മേഖലയിലേക്ക്, ഹോർമൂസിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ അപ്പോൾ പ്രോക്സികളെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഏത് നിമിഷം അവസാനിക്കാം, ഞാൻ തീരുമാനിക്കുമ്പോൾ അത് യുദ്ധം തീരും. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ ഇറാനിൽ ആക്രമിക്കാൻ ബാക്കിയൊന്നുമില്ല എന്നുള്ളതാണ്, ഒരുവിധമെല്ലാം ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ അവിടുത്തെ പ്രധാന സ്ഥലങ്ങളെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നത്. ടെഹ്റാനുണ്ട്, ടബ്രീസ് ഉണ്ട്, കോം, പിന്നെ കെർമാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് മെയിൻലി ഇപ്പോൾ ഈ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ബാങ്ക്, അതേപോലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, പിന്നെ ഇസ്ഫഹാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്കാണ് കൂടുതൽ ആക്രമണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ട്രംപിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് നമ്മളത് മുഴുവനും വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാൻ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഇനിയും വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഈസി ആയിട്ട് അടിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അത് അവർ ഒരുപക്ഷെ അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഇറാൻ പോയിട്ട് ഹോർമസ് ആക്രമിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% ഓഫ് ദി എൻ്റയർ ഓയിൽ ഇൻഡസ്ട്രി അതിലൂടെയാണ് പാസ് ചെയ്യുന്നതും പോകുന്നതും ഒക്കെ. പക്ഷേ ഇറാൻ്റെ തന്നെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇറാൻ്റെ ഓയിൽ അതിൽ കൂടെ തന്നെ പാസ് ചെയ്യണം കുറേ. പിന്നെ വേറെ ഒരു സ്ഥലമുണ്ട്, കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. കാർഗ് ഐലൻഡ് അത് പെർഷ്യൻ ഗൾഫിലാണ്. ആ സ്ഥലത്തെ കൂടെയാണ് ഇറാൻ്റെ ഓയിൽ ഇൻഡസ്ട്രിയുടെ 90% ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഈ എണ്ണ സംഭരിക്കുന്ന സ്ഥലങ്ങളും സംഭരിച്ച് കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് കാർഗ് ഐലൻഡിൽ. അതായത് ഓയിൽ ഇൻഡസ്ട്രിയുടെ 90% ഓഫ് ദി ആക്ടിവിറ്റീസ് ഗോ ഓൺ ദെയർ, അവിടെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതൊന്നും ഇതുവരെ ഈ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ആക്രമിച്ചിട്ടില്ല. അത് ഇപ്പോഴത്തെ മാത്രം സാഹചര്യമില്ല. ഇതിനു മുമ്പ് 12 ദിവസം അടുപ്പിച്ചൊരു 12 ഡേ വാർ എന്ന് പറഞ്ഞ് നടന്നിരുന്നു. അന്ന് 400 ഇസ്രായേലി എയർക്രാഫ്റ്റ് ടെഹ്റാനിലൊക്കെ 4 മണിക്കൂർ അടുപ്പിച്ച് പറത്ത് നടന്ന് ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവർ ഈ കാർഗ് ഐലൻഡിനെ ഒന്നും ചെയ്തില്ല. കാരണം കാർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യയിലേക്കും ചൈനയിലേക്കൊക്കെ ഓയിൽ പോകുന്ന അവിടെ നിന്നാണ് പ്രധാനമായിട്ട്. പക്ഷെ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഇവര് ആക്രമണം അന്ന് 12 ഡേ വാറിൽ നടത്തിയിരുന്നില്ല, ഇപ്പോഴും നടത്തിയിട്ടില്ല. ഇപ്പൊ അത് നടത്താൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഈ ഹോർമസിന്റെ വാശി തീർക്കാൻ വേണമെങ്കിൽ അവിടെ പോയിട്ട് അടിക്കാം. പക്ഷെ അമേരിക്ക അത് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇനിയും വേണ്ടി വന്നാൽ ചെയ്യാം, അല്ലെങ്കിൽ അത് കൂടാതെ ഒപ്പിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇസ്ഫഹാന്റെ അടുത്ത് ഒരു എക്സ്പ്ലോഷൻ കേട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്ഫഹാനാണ് അവരുടെ മെയിൻ ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റീസും റിസർച്ചൊക്കെ നടക്കുന്ന സ്ഥലം. അതിൻ്റെ അടുത്തൊരു എക്സ്പ്ലോഷൻ നടന്നു കേട്ടു എന്ന് പറഞ്ഞാൽ അത്ര ഗുണമുള്ള കാര്യമല്ല. കാരണം ന്യൂക്ലിയർ പ്ലാന്റിന് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് റേഡിയേഷനും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ചിലരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഗ് ഐലൻഡിലൊന്നും ചെയ്യാതെ ഇരിക്കണതിൻ്റെ കാരണം വേണ്ടി വന്ന ഐലൻഡ് പിടിച്ചെടുക്കണം എന്നുള്ള കാഴ്ചപ്പാടുകൂടി അമേരിക്കയ്ക്കുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. അതിപ്പോൾ എന്തുമാത്രം സത്യാവുന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ ഹോർമസിൽ ഇപ്പോൾ അങ്ങനെ മൈൻസ് വെതറി അത് നിറച്ച് ഇടുന്ന ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. പിന്നെ കുറേ രാജ്യങ്ങൾക്ക്, ചൈന, റഷ്യ അവരുടെ കപ്പലുകൾ കടന്നു പോകുന്നതിന് തടസ്സം പറയുന്നില്ല. പക്ഷേ ഈ മൈൻ വെതറി കഴിഞ്ഞപ്പോൾ ആരുടെ കപ്പലാണ് ഏത് കപ്പലാണെന്ന് മൈനിന് അറിയില്ലോ. മൈൻ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ നിലകൊള്ളുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി ഒരു സഹായം ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അവർ കുറേ ഈ പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെ ഇപ്പോൾ ഉള്ള അവരുടെ റിസർവിൽ നിന്നും ലോകരാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ദാറ്റ് മേ ബി 300 to 400 മില്യൺ ബാരൽ. 300
to 400 million ബാരൽ ആ രീതിയിൽ അവർ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ എണ്ണയുടെ ഷോർട്ടേജ് ഉണ്ടാകുന്നത് തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താനായിട്ട് അവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് നോക്കി ഇരിക്കേണ്ടി വരും. ഈ ട്രംപിൻ്റെ ഈ പ്രതീക്ഷയും ഓപ്റ്റിമിസവും ഒക്കെ എന്തുമാത്രം വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ട്രംപ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞല്ലോ 12 days വാർ നടന്ന സമയത്ത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത വ്യോമസേന കൃത്യമായിട്ട് ആക്രമണം നടത്തി. അന്ന് അവർ പറഞ്ഞത് ഈ ഫൊർദാനിൽ അതുപോലെ തന്നെ നദാൻസിൽ ഇവിടെയൊക്കെ ഞങ്ങൾ ആക്രമിച്ചു, അതുകൊണ്ട് അവിടുത്തെ ആണവ ശക്തി പൂർണ്ണമായിട്ട് ഇല്ല എന്ന് പറയും. പക്ഷേ ഇപ്പോഴും ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആണവ ശക്തിയോ എന്തെങ്കിലും കയ്യിലുണ്ടാകാൻ സാധ്യത. ആ യുദ്ധം കഴിഞ്ഞ ഉടനെ അവർ ആ സ്ഥലങ്ങൾ റിപ്പയർ ചെയ്യുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. അത് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പൊ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകും, വീണ്ടും ഈ ബോംബിന്റെ പോസിബിലിറ്റി വരുന്നു എന്നുള്ള ആ ഒരു ഭയത്താലാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ മൊജ്തബ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മകൻ വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹമാണെങ്കിൽ മറ്റേ പഴയ ആയത്തുള്ള കാലം ഹാർഡ് കോർ ആണെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാണെന്ന് പറയാൻ ഈ പിന്നെ ചുമതലയേറ്റതിന് ശേഷം ഉടനെ തന്നെ ഗുരുതരമായിട്ട് പരിക്കേറ്റ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാർ, അതായത് ഇപ്പൊ ഇവരുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അവർക്കൊരു 60% ഉണ്ടെന്ന് നേരത്തെ നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പൊ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പലതവണ അവിടെ പരിശോധിക്കാൻ ചെന്നിട്ടും സാഹചര്യത്തിൽ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ നദാൻസിലും ഫൊർദോയിലും അവരുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ അവർക്കൊരു 10 ആണവായുധം വരെ നിർമ്മിക്കാം. കൂടാതെ ഇപ്പൊ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇവരുടെ കയ്യിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവര് സേഫായിട്ട് എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ട്. അറ്റ കൈക്ക് ഇവരതെടുത്ത് പ്രയോഗിക്കാം. ഇപ്പൊ അതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലിന്റെയും വ്യോമസേന നടത്തുന്നത് ഈ മരുഭൂമിയിലെയും അല്ലെങ്കിൽ ഈ മലമക്കളുടെ ഇടയിലുള്ള ഈ തുരങ്കങ്ങളുടെ കവാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ആക്രമിച്ചു, അതായത് ഇവർക്ക് പ്രത്യാക്രമണം നടത്താനുള്ള സാഹചര്യത്തെ ഞങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അമേരിക്ക പൂർണ്ണമായിട്ടും ഞങ്ങൾ വിജയിച്ചു അല്ലെ ഞങ്ങൾ ഇന്ന നിലയിലെത്തുമ്പോൾ ഞങ്ങൾ ഇത് നിർത്തും എന്ന് പറയുന്നില്ല. കാരണം അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റെജിം ചേഞ്ചാണ്. അത് നടപ്പാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള ഒരു പാവ സർക്കാരിനെ അവരോധിക്കണം. അത് നടക്കുന്നില്ല. ഇപ്പം ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടെങ്കിൽ മകൻ മൊജ്തബ ഖമനയിയാണ് പുതിയ പരമോന്നത ലീഡർ എന്ന് അവർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോഴും ഈ പറയുന്ന മത പൗരോഹിത്യം അവിടെ നിലകൊള്ളുകയാണ്. അപ്പൊ ഇനി ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ സൈന്യ ശക്തി ഇല്ലാതാക്കുക, സെക്കൻഡറിയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് തകർക്കുക. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ കാല് പിടിക്കാനായിട്ട് കൊണ്ടുവരാം. അതല്ലാതെ ഈ അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഒരു ഭൂപ്രകൃതി അല്ല ഇറാന്റെ, ഈ മരുഭൂമികളും മലമടക്കുകളും ഒക്കെ ഉള്ളത്. അപ്പൊ അവിടെ ചെന്ന ഒരു കരയുദ്ധം നടത്തി അവരെ പൂർണ്ണമായിട്ടും കീഴടക്കുക പോസിബിൾ അല്ല. അതുകൊണ്ട് ട്രംപ് അനാവശ്യമായ ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇറാനുള്ള കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പോയി ഇറാഖിലൊക്കെ പോയല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ യുദ്ധം പെട്ടെന്ന് ജയിച്ചു. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട്, അത് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അത്ര എളുപ്പമല്ല. അപ്പോ അവരെക്കാളും വലിയ രാജ്യമാണ് ഇറാൻ. പിന്നെ അവർക്ക് 8 കൊല്ലം അടുപ്പിച്ച് ഇറാഖായിട്ട് യുദ്ധം ചെയ്ത് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ധൈര്യത്തിന്മേയാണ് അവർ കരയിലേക്കൊന്ന് ഇറങ്ങി കിട്ടാൻ അവർ നോക്കിയിരിക്കുന്നത്. പക്ഷെ കരയിലേക്ക് അമേരിക്ക അങ്ങനെ പെട്ടെന്ന് ഇറങ്ങില്ല. മാത്രമല്ല മിക്കവാറും അവര് കുർദുകള് ഈ ഇറാഖ് ബോർഡറിൽ കുറെ കുർദുകളുണ്ട്. ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലുണ്ടത്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നുണ്ട്. അപ്പൊ അവര് വേണമെങ്കിൽ കരയുദ്ധത്തിന് സഹായിക്കുകയും അവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. അവർക്ക് എയർ കവർ കൊടുത്താൽ മതി എന്ന് അങ്ങനെയും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് മൊജ്തബ ഖമനയിയാണ്. അദ്ദേഹത്തിന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. ഒന്നിൽ അത് ബങ്കർ ആയിരിക്കണം, അതല്ലെങ്കിൽ ഈ പറയുന്ന കാർഗ് ഐലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ. കാരണം അവിടെ അമേരിക്ക ആക്രമിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊജ്തബ ഖമനയിയെ ഒരുപക്ഷെ കാർഗ് ഐലൻഡിലെ ബങ്കറിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ഇനി അതുകൊണ്ടാണ് കാർഗ് ഐലൻഡ് ഞങ്ങൾ ആക്രമിക്കുന്നതെന്ന് ട്രംപ് പറയുന്നത്. അങ്ങനെ കൂടെ ഒരു സാധ്യതയില്ലേ? അതെ. ഇനിയിപ്പോ അല്ല, എവിടെ കൊണ്ടുപോയോ ഒളിപ്പിച്ചാലും പതുക്കെ ആള് പിടിയിൽ വരാതിരിക്കില്ല. അമേരിക്ക അവരങ്ങനെ വിടില്ല. അങ്ങനെ സൗകര്യത്തിന് ഭരിക്കാനായിട്ട് മൊജ്തബയെ വിടാൻ വഴിയില്ല. സാർ, ഈ കാർഗ് ഐലൻഡ് എന്തുകൊണ്ടായിരിക്കും അമേരിക്ക അന്നും ആക്രമിക്കാതെ വിട്ടത്? അല്ല, അന്ന് അങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് മെന്റാലിറ്റി വെച്ചിട്ടല്ലോ, അല്ലെങ്കിൽ ഇന്നസെന്റ് ആൾക്കാരെ കൊല്ലാനോ അങ്ങനത്തെ രീതിയിലല്ലായിരുന്നല്ലോ യുദ്ധം. അവര് ഈ സ്ട്രാറ്റജിക് ഒരു കാഴ്ചപ്പാടിലാണ്, അതായത് യുദ്ധതന്ത്രപരമായ നീക്കമായിട്ടാണ് അത് നടത്തിയിരിക്കുന്നത്. ഈ വെപ്പൺസ് ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളൂ. അല്ല, ഇന്നസെന്റ് പീപ്പിളിനെ കൊല്ലാന്നുള്ള ഒരു സ്ട്രാറ്റജി അമേരിക്കയ്ക്കും ഇല്ല, ഇസ്രായേലിനും ഇല്ല.
അതാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാല് ട്രംപ് ഇനി ഈ പറയുന്ന പോലെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുക, തീർക്കുക, കത്തിക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യും അല്ലെ? അങ്ങനെയാണോ? ഒന്നും കൂടി എസ്കലേറ്റ് ചെയ്യാനാണ് പദ്ധതി. ഇപ്പോൾ ഈ 12ാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഇതുവരെ കാണാത്ത ആക്രമണമാണ് നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയും ആക്രമണം ശക്തിപ്പെടുത്താനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.